എൻ്റെ ഈശ്വര ഒരു ഇൻട്രോ പറയാൻ ഞാൻ വന്നത് അപ്പോഴേക്കും കണ്ടോ ആ വെള്ള ട്രൗസറിൽ മൊത്തം ചെളിയാക്കി ഈ ചെക്കൻ. ഇവൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഞാൻ ഇവനെ വണ്ടി കയറ്റിയത്. ആ ദേഷ്യത്തിനാന്ന് തോന്നുന്നു എൻ്റെ സിന്ദൂരം കണ്ടോ ഒറ്റ മയക്കല്. ഈ ചെക്കന് ഇച്ചിരി കുറുമ്പ് കൂടി വരുന്നുണ്ടേ. അമലേട്ടൻ ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആ ഗ്യാപ്പിൽ ഞാനും കുഞ്ഞാപ്പയും കൂടെ ഒരുങ്ങി റെഡിയായിരുന്നു. എന്തായാലും വെറുതെ ബോറടിച്ചിരിക്കുകയല്ലേ വീട്ടിൽ. അങ്ങനെ വെയിലായതുകൊണ്ട് ഞങ്ങൾ ബാക്ക് സീറ്റിലിരുന്നു. അല്ലെങ്കിലും കുട്ടികളെയും കൊണ്ട് ബാക്ക് സീറ്റിലിരിക്കണം എന്നാണല്ലോ പറയാറ്. അങ്ങനെ അമലേട്ടൻ ആദ്യം ഒരു കഫേയിലെ കേട്ടോ ഇറങ്ങി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, വെയിൽ നോക്കിയിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും അവനും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അവനെ കൊണ്ട് ഒരു ഹായ് പറയുന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ സെറ്റാക്കുന്നത്. അവൻ അമലേട്ടൻ ഇപ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. അതിൻ്റെ ഉള്ളിലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ അമലേട്ടനോട് ഞാൻ ഒരു ഹായ് പറയുന്നു. അപ്പോൾ അമലേട്ടൻ പറയാം അമലേട്ടൻ ലുക്കിലല്ല, അത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ക്ഷീണത്തിലാണ്. അടുത്ത സ്ഥലത്ത് ഇറങ്ങി. അടുത്ത സ്ഥലത്ത് ഇത് വൈനിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും അവൻ കച്ചറയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല നോമ്പുതുറ ഐറ്റംസ് കണ്ടേ. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ പാർസൽ വാങ്ങി. അതിൽ ദ്വൈവിക്കിന് നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം അവനെടുത്ത് കൊടുത്തു. അത് മുഴുവൻ കഴിച്ചില്ല, ആ ഒരു കഴിക്കലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ കഴിച്ചു. അതിനുശേഷം അമലേട്ടൻ എന്തോ ഓഫീസിൽ കയറിയിട്ട് ഏത് കഫേയിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് ഇതുമായി അടങ്ങി നിൽക്കുന്നേ ഇല്ല. ടൗൺ ആയിരുന്നേ. ഇതാണ് മുട്ടൽ ടൗണിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോക്കായിരുന്നു. അങ്ങനെ എനിക്ക് അവനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അമലേട്ടൻ ഈസി ആയിട്ട് മാനേജ് ചെയ്യും കേട്ടോ. പിന്നെ വരാൻ നേരം അവിടുത്തെ ചേച്ചിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാട്ടോ വരുന്നത്. അവിടെ നിന്ന് പിന്നെ വരുന്നില്ല ഈ വണ്ടിയൊക്കെ കണ്ടിട്ട്. അങ്ങനെ അമലേട്ടൻ ഓടി. അമലേട്ടൻ്റെ പുറകെ അവൻ ഓടുന്നുണ്ട്. അതവനെ കൊണ്ടുപോകാനുള്ള ട്രിക്കായിരുന്നേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ